ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമും നിധിയും വസുന്ധരയും കൂടി പുലിപ്പാറയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ വസുന്ധര മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഗൗതമിനെ കൊണ്ട് അവിടെ നിന്നും തിരികെ പോരണം എന്നൊക്കെ ആയിരിക്കും കേട്ടോ. അതിനുവേണ്ടി ശിവാനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നീ എന്തെങ്കിലും ചെയ്യണം, അവിടെ പോയിട്ട് നീയും നിൻ്റെ അമ്മയും കൂടി ചേർന്ന് ഗൗതമിനെ മോശമായി ചിത്രീകരിക്കുന്ന, ഗൗതമിനെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. എങ്കിൽ എനിക്ക് ഗൗതമുമായിട്ട് ഒരു ദിവസം പോലും നിൽക്കേണ്ട ആവശ്യം വരില്ല. അതിനുള്ള ഏർപ്പാടുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ശിവാനി മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും നിധി സന്തോഷത്തോടു കൂടി ഗൗതമിൻ്റെ കൂടെ അവിടെ നിൽക്കില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനും അമ്മയും കൂടി ചെയ്യുമെന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. പിന്നീട് ഗൗതമും നിധിയും വസുന്ധരയും കൂടി പുലിപ്പാറയിൽ എത്തുകയാണ്. എന്നിട്ട് ഗൗതമിനെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെയുള്ള ആളുകളും മുത്തശ്ശിയൊക്കെ സ്വീകരിക്കാനാണ്. അപ്പോൾ വസുന്ധരയ്ക്കാണെങ്കിലോ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ ആ വീട് പരിസരമൊക്കെ കാണുന്ന സമയത്ത് ഈ വീട്ടിൽ എങ്ങനെ ഞാൻ ഗൗതമുമായിട്ട് ജീവിക്കും? എത്ര ചെറിയ വീടാണ്, ഇവിടെ ഒരു AC പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ വീട്ടിലൊന്നും എൻ്റെ ഗൗതമുമായിട്ട് എനിക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലിങ്ങനെ സ്വയം പറയുകയാണ് കേട്ടോ. എന്നിട്ട് വസുന്ധര ഗൗതമിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോനെ കണ്ടില്ലേ, ഇത് എന്താണത്? ഇടുങ്ങി പിടിച്ച ഒരു വീട്, ഇതിൽ നമ്മൾ എങ്ങനെ താമസിക്കും? ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോവാം ഗൗതം, ഇവിടെ താമസിക്കേണ്ട എന്ന് പറയുമ്പോൾ ഗൗതമിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ വസുന്ധരയുടെ ആ പെരുമാറ്റം കാണുന്ന സമയത്ത്. അപ്പോൾ വസുന്ധര ഗൗതമിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ടാവും. വാ മോനെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൗതം വസുന്ധരയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതമിൻ്റെ ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഗൗതമിന് എന്തൊരു മാറ്റമാണ്, നിധിയുടെ വാലും പിടിച്ച് നടക്കാൻ അവൻ എന്തൊരു ഉഷാറാണ്. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ നടക്കില്ലേ? ഇനിയിപ്പോൾ ഗൗതം ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുമോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ വസുന്ധര അകത്തേക്ക് കയറുന്നത്. അങ്ങനെ ഗൗതമിനെയും നിധിയെയും സന്തോഷത്തോടു കൂടി ആ വീട്ടിലുള്ളവരും മുത്തശ്ശിയൊക്കെ സ്വീകരിക്കുകയാണ്. ഗൗതമിനെ നിധി മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഭർത്താവ് ഗൗതം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, ഇവനെ കണ്ടാൽ ഒരു സിനിമാ നടനെ പോലെ ഉണ്ടല്ലോ എന്ന് ഗൗതമിനോട് പറയട്ടെ. അപ്പോൾ ഗൗതം എന്നങ്ങ് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതാരാണെന്ന് വസുന്ധരയെ ചോദിക്കുമ്പോൾ ഇത് ഗൗതമിൻ്റെ അമ്മയാണ് എന്ന് നിധി പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നിധി അത് തിരുത്തുകയാണ്. അമ്മയെ പോലെയാണ്, സ്വന്തം അമ്മയല്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി എനിക്കും തോന്നി ഗൗതമിൻ്റെയും ഈ നിൽക്കുന്ന സ്ത്രീയുടെയും മുഖഛായ തമ്മിൽ മാറ്റമുണ്ട്, ഇവർ തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ അത് വസുന്ധരയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് മുത്തശ്ശി പറയണേ, നിധി നിങ്ങളെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മകന് ഇവിടെ ഒന്നിനും ഒരു കുറവും വരില്ല, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും അവർക്ക് കുടിക്കാനുള്ള വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാൻ കേട്ടോ. അപ്പോൾ വസുന്ധര മനസ്സിലിങ്ങനെ കരുതുകയാണ്, ആ കുണ്ടും കുഴിയുള്ള റോട്ടിലൂടെ വന്നത് ദേഹം ആ സകലം വല്ലാത്തൊരു വേദനയുണ്ട്, പിന്നെ നല്ല ചൂടുള്ളത് കൊണ്ട് വല്ലാത്തൊരു ദാഹവുമുണ്ട്. അപ്പോൾ നല്ല തണുത്ത ജ്യൂസായി കുടിക്കാനും ഒരു സുഖമുണ്ടായേനെ എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ആ സമയത്താണ് കുടിക്കാനുള്ള വെൽക്കം ഡ്രിങ്കുമായിട്ട് വരുന്നത്. അത് കാണുന്ന സമയത്ത് വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഇതെന്താണിത് വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട്, ഇതെന്താ ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെന്താ, ഇത് വെൽക്കം ഡ്രിങ്ക് അല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ മുത്തശ്ശി പറയുകയാണ്, ഇത് ഏറ്റവും നല്ലതാണ്, ഇത് ആരോഗ്യത്തിന് അത്രയും ഗുണമാണ് ചെയ്യുക, ഇതാണ് കുടിക്കേണ്ടത്, ഇത് കുടിച്ചാൽ ശരീരത്തിന് നല്ല തണുപ്പും ആരോഗ്യത്തിന് നല്ല ഗുണവുമാണ് എന്ന് പറയട്ടോ. അങ്ങനെ വസുന്ധര പറയണേ, ഇതൊന്നും എൻ്റെ മോൻ ഗൗതമിന് ഇഷ്ടപ്പെടില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗൗതം അങ്ങ് ഇഷ്ടത്തോടു കൂടിയിട്ട് അത് കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം പറയണ, അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് ഒന്ന് കുടിച്ചു നോക്ക്, ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തെ ആയുസ് നീട്ടിക്കിട്ടും എന്നാണ് പറയാറുള്ളത്, അത്രയ്ക്ക് നല്ലതാണ് ഇത് കുടിക്കുന്നത് എന്ന് പറയട്ടെ. അപ്പം നിധി പറയണേ, ഗൗതമിന് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് തന്നെ അറിയാം, ഗൗതം കുടിക്കുന്നുണ്ടല്ലോ, വസുന്ധര മേഡം കൂടി കുടിച്ചേക്ക് എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം വീണ്ടും പറയുകയാണ്, അമ്മ കുടിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണേ. അപ്പോൾ വസുന്ധര മനസ്സില്ല മനസ്സോടെ അത് കുടിക്കുകയാണ്. പിന്നീട് ഗൗതമിൻ്റെയും വസുന്ധരയുടെയും റൂം കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഗൗതമും നിധിയും ആ റൂമിലേക്ക് പോവുകയാണ്. വസുന്ധരയ്ക്ക് കിടക്കാനുള്ള റൂമിലേക്ക് വസുന്ധരയെയും പറഞ്ഞയക്കാൻ കേട്ടോ. അപ്പോൾ വസുന്ധരയ്ക്കാണെങ്കിൽ ആ റൂമിലേക്ക് കയറിയ സമയത്ത് ഇത് എന്ത് റൂമാണ്, ഒരു ചെറിയ റൂമാണ്, ഇതിലൊരു AC പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വയം പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ഹോള് കാണുകയാണ് കേട്ടോ ആ റൂമിൽ. അപ്പോൾ വസുന്ധര, ഇതെന്താ ഇത്രയ്ക്ക് വലിയ ഹോള്, ഇതിലെന്താ വല്ല എലിയെങ്ങാനും ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ ശേഷം വസുന്ധര മുത്തശ്ശിയെ വിളിക്കാൻ കേട്ടോ. അലറിങ് കൊണ്ടാണ് വിളിക്കുന്നത്, ഇവിടേക്കൊന്ന് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശിയും നിധിയും രേണുകയും ശിവാനിയും
ചന്ദ്രികയും അശോകനും ഒക്കെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്താണ് വസുന്ധര മാഡം എന്ന് ചോദിക്കുമ്പോൾ, കണ്ടില്ലേ ഈ റൂമിലൊരു ഹോളുണ്ട്, എത്ര വലിയ ഹോളാണ്, അതിൽ വല്ല എലിയും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിൽ എലിയോ പാമ്പോ ഒന്നും തന്നെ വരില്ല, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്, അയ്യോ പാമ്പുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ, അഥവാ പാമ്പുണ്ടായാൽ തന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്, അത് നിങ്ങളെ ഉപദ്രവിക്കുകയോ കടിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് പറയാം. മുത്തശ്ശി പറയുകയാണ് കേട്ടോ. ആ സമയത്ത് വസുന്ധരയ്ക്ക് പേടിയാവുകയാണ്. അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഥവാ പാമ്പുണ്ടെങ്കിൽ തന്നെ എന്നെ കടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അഥവാ കടിച്ചാലും മേഡം പേടിക്കേണ്ട, ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ പാമ്പിൻ്റെ വൈദ്യരുണ്ട്, അവരെ കൊണ്ട് നിങ്ങളെ കടിച്ചിട്ടുണ്ടെങ്കിൽ വിഷമറപ്പിക്കാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തോണ്ട് എന്ന് പറയുമ്പോൾ, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് പേടിയാണ്, ഈ റൂമിൽ ഞാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അശോകൻ പറയാണ്, ഈ റൂമാണ് ഏറ്റവും നല്ലത്, ഗൗതമിന് കൊടുത്ത റൂമും ഈ റൂമുമാണ് ഏറ്റവും നല്ലത്, ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഇതിലും ചെറിയ റൂമിലാണ്, അതുകൊണ്ടാണ് ഏറ്റവും നല്ല റൂം നിങ്ങൾക്ക് 2 പേർക്കും തന്നത് എന്ന് പറയട്ടോ. പിന്നെ ഈ റൂമിൽ AC ഇല്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട, ഈ റൂമിലെ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള കാറ്റാണ് കിട്ടുന്നത്, AC-യേക്കാളും നല്ല തണുപ്പാണ് ഈ റൂമിൽ ഉണ്ടാവുക എന്ന് അശോകൻ പറയുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, മേഡം ഈ റൂമിൽ കിടന്നോളൂ, ഈ റൂമിൽ ഒരു കുഴപ്പവുമില്ല, ഈ റൂം നല്ല AC-യോട് കൂടി തണുപ്പോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്, AC-യേക്കാളും കൂടുതൽ തണുപ്പ് ജനൽ തുറന്നു കഴിഞ്ഞാൽ മേഡത്തിന് കിട്ടുമെന്നൊക്കെ നിധി കൂടി പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഹോളിനെ കുറിച്ച് വസുന്ധര പറയാണ്, എനിക്ക് ആ ഹോള് കാണുന്ന സമയത്ത് എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ അശോകൻ പറയാണ്, മേഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ആ ഹോള് അടക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോണ്ട് എന്ന്. എല്ലാവരും അവിടെ നിന്ന് പോവാൻ നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് എല്ലാവരും വന്ന സമയത്ത് വസുന്ധര വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട ഒരു മര്യാദയും ഇവിടെ കിട്ടുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മോന് ഒന്നിനും ഒരു കുറവും വരരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെയൊക്കെ റൂമാണോ എൻ്റെ മോന് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി പറയുകയാണ്, അതിന് നിങ്ങളെയല്ലല്ലോ ഞങ്ങൾ സ്വീകരിക്കും, ഗൗതമിനെയല്ലേ, ഗൗതമിന് ഒന്നിനും ഒരു കുറവും വരാതെ നോക്കിക്കോളാം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഒരു തെറ്റും വരുത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്കുള്ള സുഖസൗകര്യത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കുകയില്ല, കാരണം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മകൻ ഗൗതമിന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല എന്നുള്ളതാണ്, അതുപോലെയാണ് ഞങ്ങൾ നിങ്ങളുടെ സുഖസൗകര്യത്തിനല്ല ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മുത്തശ്ശി വസുന്ധരയോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വസുന്ധരയ്ക്ക് ആ സമയത്ത് ഉത്തരം മുട്ടിപ്പോവുകയാണ്, ഗൗതമിന് ഒരു കുറവും വരുത്തരുത് എന്നുള്ള ഡിമാൻഡാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്ന് വസുന്ധര ആ സമയത്തൊന്ന് ചിന്തിച്ചു പോവുകയാണ്. റൂമിൽ നിന്നും എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം രേണുകയും ശിവാനിയും ഉണ്ടാവും കേട്ടോ വസുന്ധരയുടെ കൂടെ. എന്നിട്ട് വസുന്ധര പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗൗതമിനെ ഈ വീട്ടിലുള്ളവർ അപമാനിച്ചതുപോലെ ഗൗതമിന് തോന്നണം, എന്നിട്ട് ഈ വീട്ടിൽ ഒരു ദിവസം പോലും ഗൗതമിന് നിൽക്കാൻ തോന്നരുത്, അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ രേണുക പറയാം, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, അതും ഇനി ഞാൻ തന്നെ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം, അല്ല എന്നുണ്ടെങ്കിൽ അമ്മയും മോളും എന്തെങ്കിലും പൊട്ടത്തരം കാട്ടിക്കൂട്ടും, അതിലും ഭേദം ഞാൻ തന്നെ ചിന്തിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വസുന്ധര ഒന്ന് ആലോചിച്ച ശേഷം പറയുക, ഗൗതമിന് ധരിക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ളവർ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടാകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ആ വാങ്ങിയിട്ടുണ്ട്, എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം, ഗൗതമിൻ്റെ റൂമിൽ പോയി നിധി കാണാതെ ഗൗതമിൻ്റെ ഡ്രസ്സ് എടുത്ത് അത് കത്തിക്കുകയോ അല്ലെങ്കിൽ അത് കീറുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, ആ സമയത്ത് ഗൗതം ധരിക്കാൻ നോക്കുന്ന സമയത്തായിരിക്കണം ഇത് കാണേണ്ടത്, പിന്നെ ആ വാക്ക് ഞാൻ ഗൗതമിനെ ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോയിക്കൊണ്ട് എന്ന് വസുന്ധര പറയാൻ കേട്ടോ. അങ്ങനെ ശിവാനിയും രേണുകയും അക്കാര്യം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഗൗതമിൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അലമാര തുറക്കുകയാണ്, അതിൽ നിന്നും ഗൗതമിൻ്റെ ഡ്രസ്സ് എടുക്കുകയാണ്, എന്നിട്ട് ഷർട്ടും തുണിയും എടുക്കുകയാണ് കേട്ടോ. അതിൽ തുണി എടുത്ത ശേഷം ശിവാനി ആ തുണി കത്തിക്കാം എന്നുള്ള പ്ലാനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രേണുകയാണെങ്കിൽ ഒപ്പം തന്നെ ഉണ്ടാവും. എന്നിട്ട് രേണുക പറയാണ്, എത്രയും പെട്ടെന്ന് നീ അയൺ ബോക്സ് ചൂടാക്ക്, നല്ല ചൂടായിക്കോട്ടെ, തുണിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുണി കരിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ശിവാനി അയൺ ബോക്സ് ചൂടാക്കാൻ വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടായി എന്ന് കാണുന്ന സമയത്ത് തുണിയിലേക്ക് ശിവാനി അത് വെക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്താണ് കേട്ടോ നിധി ആ റൂമിലേക്ക് വരുന്നത്. അങ്ങനെ നിധി ശിവാനി ഇങ്ങനെ ചെയ്യുകയാണ് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ശിവാനിയെ നിധി അങ്ങ് വിളിക്കാൻ കേട്ടോ. നീ എന്താടി ഈ കാണിക്കുന്നത്, ഗൗതമിൻ്റെ തുണി കരിയിക്കാൻ നോക്കുന്നു, ഇതാണോ അമ്മയും മോളും ഈ റൂമിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് നിധി, ഞങ്ങൾ ഇത് അയൺ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ കണ്ടതാണ്, നിന്നെ തന്നെ നിൻ്റെ മുഖം തന്നെ ഞാൻ അങ്ങ് കരിയിച്ച് കളഞ്ഞാലോ എന്ന് പറഞ്ഞ് അയൺ ബോക്സ് എടുത്ത് ശിവാനിയുടെ നേരെ അങ്ങ് പിടിക്കാൻ കേട്ടോ. അപ്പോൾ രേണുക കരഞ്ഞുകൊണ്ട് പറയണ, നിധി ഒന്നും ചെയ്യരുത്, എൻ്റെ മോളെ
ഒന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. അങ്ങനെ നിധി അയൺ ബോക്സ് അവിടെ വെച്ച ശേഷം ശിവാനിയോട് പറയുകയാണ്, മോളും ഈ റൂമിൽ വന്ന് ഗൗതമിൻ്റെ ഡ്രസ്സ് കത്തിച്ച് കളയാൻ വേണ്ടി നോക്കിയതൊക്കെ ആര് പറഞ്ഞിട്ടാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആര് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്തായാലും നടക്കാൻ പോകുന്നില്ല. വസുന്ധര മേഡമാണ് നിങ്ങളെ ഇവിടേക്ക് കച്ചകെട്ടി പറഞ്ഞയച്ചത് എന്നുള്ളത് എനിക്ക് ഗൗതമിനെ ഈ വീട്ടിൽ വെച്ച് അപമാനിച്ച ശേഷം വസുന്ധര മേഡത്തിന് ഗൗതമുമായിട്ട് പോവണം. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ 3 പേരും കൂട്ടുകൂടിയിട്ടുള്ളത്. ആ ഒരു മോഹം നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ഞാൻ അമ്മാവനോട് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ കഥ ഇന്നത്തോടു കൂടി തീരും. വെറുതെ ഈ വീട്ടിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ അമ്മാവിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മായിയെ അടിക്കാനാണ് നേരമുണ്ടാവുകയുള്ളൂ. അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അല്ലെങ്കിലും ഇപ്പോൾ വല്ലാത്തൊരു അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്ന് രേണുക പറയാൻ കേട്ടോ. എനിക്ക് ഒരു അഹങ്കാരവുമില്ല, അതെല്ലാം അമ്മായിയുടെ വെറും തോന്നലാണ് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിധി, എൻ്റെ ഔദാര്യം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് എന്നുള്ളത് നീ എപ്പോഴും ഓർത്തു വെച്ചോ എന്ന് പറയുമ്പോൾ, നിൻ്റെ ഔദാര്യമോ? എൻ്റെ ജാതകം നീയും നിൻ്റെ അമ്മയും കൂടി ചേർന്ന് മാറ്റിയെടുത്ത് അത് നിൻ്റേതാണെന്ന് വരുത്തി തീർത്ത് ഗൗതമിനെ കല്യാണം കഴിക്കാൻ നോക്കിയത് നീയല്ലേ? പക്ഷേ ദൈവത്തിന് എല്ലാ സത്യവും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഗൗതമും ഞാനും വീണ്ടും ഒന്നായത്. അമ്മയുടെയും മകളുടെയും ചതിയും വഞ്ചനയും ദുഷ്ടതയും ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ഞാനും ഗൗതമും വീണ്ടും ഒന്നായത് എന്നൊക്കെ ശിവാനിയോട് നിധി പറയുകയാണ്. അങ്ങനെ ശിവാനിയുടെ കരണം നോക്കി നിധി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ശിവാനിയുടെ അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള നിധിയോടുള്ള സംസാരം കാരണം. അങ്ങനെ രേണുകയും ശിവാനിയും നിധിയോട് പറയുന്നുണ്ട്, നിന്നെയും ഗൗതമിനെയും ഇവിടെ വെച്ച് അപമാനിക്കുക തന്നെ ചെയ്യും. വസുന്ധര മേഡം പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തിരിക്കും. അതിന് നിനക്ക് തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിധിയെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയും തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിൽ എന്ത് ഉദ്ദേശിച്ചിട്ടും അത് നടക്കാൻ പോകുന്നില്ല. ഞാനും ഗൗതമും നല്ലതുപോലെ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും ഒരുമിച്ച് തിരിച്ചു പോവുക തന്നെ ചെയ്യുമെന്ന് നിധിയും രേണുകയോടും ശിവാനിയെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്.